ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2024 ഫലങ്ങളും അതുപോലെ ഇവർക്ക് ഉള്ള യോഗങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഉത്രാടം നക്ഷത്രക്കാരെന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഇവർ രണ്ട് കൂറിൽപ്പെടുന്നു. ഒന്ന് മകരക്കൂറുകാരും മറ്റൊന്ന് ധനുക്കൂറുകാരുമാണ്. ധനുക്കൂറിൻ്റെ അധിപൻ എന്ന് പറയുന്നത് വ്യാഴനും മകരക്കൂറിൻ്റെ അധിപൻ ശനിയുമാണ്. ഇവർ പൊതുവെ ഐശ്വര്യ ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ ജനനം തന്നെ കുടുംബത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങൾ ഇവർ ജനിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. ഇവരുടെ ബാല്യകാലം എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കില്ല. ബാല്യകാലത്തിൽ കുറേ കഷ്ടതകൾ അവരുടെ മാതാപിതാക്കളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വീട്ടിൽ സമാധാനവും ഐക്യവും ഒക്കെ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇവർ സ്നേഹം പ്രതീക്ഷിക്കുകയും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അതുപോലെ ഇവർ മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ എന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അതായത് ഇവർ മനഃപൂർവ്വമായിട്ട് ആരെയും ദ്രോഹിക്കത്തില്ല. പകരം ഇവർ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അവരോട് ക്ഷമ പറയാനും അവർ മടി കാണിക്കത്തില്ല. ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആരെയും വിശ്വസിക്കാറില്ല. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർ വിശ്വസിക്കത്തില്ല. അവർ അല്പം ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിൽ വിശ്വസിക്കുകയുള്ളൂ. അത് അവർക്ക് അത്ര വിശ്വസ്തരാണെങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർ വിശ്വസിക്കത്തുള്ളൂ. അതായത് അവർക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ അവരത് ഉറച്ചു നിൽക്കുകയും ചെയ്യും. മനസ്സിൽ അതായത് ഇവർ പുറമേ എപ്പോഴും ഹാപ്പി ആയിട്ടൊക്കെ കാണുമെങ്കിലും മനസ്സിൽ എപ്പോഴും ഒരു ദുഃഖം ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ട് ഇരിക്കുന്നതാണ്. അതുപോലെ ഇവർ ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അവരെ ഒരിക്കലും ഇവർ വഞ്ചിക്കാറില്ല. അതായത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കും ഇവരുടേത്. അതുപോലെ തന്നെ ഇവർ ആർക്കും അവരിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ ഉത്രാടം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതവും വളരെ സന്തോഷകരമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. സൽസന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നുണ്ട്. അതുപോലെ നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവിനെയായിരിക്കും സ്ത്രീകൾക്ക് ലഭിക്കുക. അതുപോലെ തിരിച്ച് പുരുഷന്മാർക്കാണെങ്കിൽ നല്ല ഐശ്വര്യവതികളായ സ്ത്രീകളെ ആയിരിക്കും അവർക്ക് ഭാര്യമാരായിട്ട് ലഭിക്കുക. അതുപോലെ ഈ 2024 ഇവർക്ക് വളരെയധികം ഭാഗ്യം ഭഗവാൻ കൊണ്ട് കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും. അതുപോലെ സർവ്വ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ്. ഇവർ അതിനായിട്ട് ശിവഭഗവാനെയും മൂകാംബിക ദേവിയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ അന്ധരായിട്ടുള്ളവർക്ക് അതുപോലെ പാവപ്പെട്ടവർക്ക് അംഗവൈകല്യമുള്ളവർക്കൊക്കെ അന്നം കൊടുക്കുക. അതുപോലെ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. അതുപോലെ തന്നെ ഇവർക്ക് ഗജകേസരി യോഗം ഇവർക്ക് ഫലവത്തായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ യോഗങ്ങൾ നല്ല ഇതായിട്ട് വരാൻ വേണ്ടി ഇവർ കൂടുതൽ ഇതുപോലുള്ള ദാനധർമ്മങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അനാഥാലയങ്ങളിലൊക്കെ ചെന്ന് അവിടെ അന്നദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു തുക കൊടുക്കുക. അവിടെ കൊടുത്തതിന് ശേഷം അവരുമായിട്ട് ഇരുന്ന് ഒരു ദിവസം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളാ കഴിയുന്ന ഒത്തിരി വലിയ എമൗണ്ടൊന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മളാ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. ശിവരാത്രി വ്രതം ഒക്കുമെങ്കിൽ അവരെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇവർക്ക് ഉദ്യോഗത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. കായിക അതായത് സിനിമയിലും സീരിയലിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല സമയമാണ്. അവർക്ക് നല്ല അവരുടെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കുക, അവർക്ക് അവാർഡുകളൊക്കെ കിട്ടാനൊക്കെ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ
ഇവർക്ക് ഭാഗ്യക്കുറി അടിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ഇടയ്ക്ക് ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഐശ്വര്യമുള്ള സന്താനങ്ങൾ ജനിക്കാൻ യോഗമുണ്ട്. അതുപോലെ ഇവർ നല്ല ഒരു കുടുംബ ജീവിതമായിരിക്കും ഇവർക്ക് ഈ വർഷം ഉണ്ടാവുക. സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ എല്ലാ തരത്തിലുമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുന്നതാണ് ഈ ഗജകേസരി യോഗത്തിലൂടെ. അതുകൊണ്ട് എല്ലാ ഉത്രാട നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.